നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വരാഹി ദേവിയുടെ വിശേഷപ്പെട്ട പണവശ്യ മന്ത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, പഞ്ചമി ദിവസങ്ങളിൽ വരാഹി ദേവിയെ വഴിപാട് ചെയ്തു വന്നാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടുമെന്ന്. അതുപോലെ തന്നെ ഇന്ന് പഞ്ചമി തിഥിയാണ്. ഇന്ന് മുഴുവനായും പഞ്ചമി തിഥി ഉള്ളത് കാരണം തന്നെ ഈ പണവശ്യ മന്ത്രം നിങ്ങൾക്ക് ഇന്നു മുതൽ ചൊല്ലിത്തുടങ്ങാവുന്നതാണ്. ചിലർ നിത്യവും ഞങ്ങൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പണവശ്യ മന്ത്രം ജപിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം. നമുക്ക് നിത്യവും ശുദ്ധമായിരിക്കുന്ന സമയത്ത് ദേവിയുടെ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. എത്ര പണം വന്നാലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും തങ്ങി നിൽക്കുന്നില്ല. എപ്പോഴും പണക്കഷ്ടം മാത്രമാണ് ഉള്ളത്. അതുകാരണം തന്നെ മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. എത്ര രൂപ കൊണ്ടുവന്നാലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ, മക്കളുടെ ഫീസുകൾ അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിട്ടിയിൽ പണം കൊടുക്കുവാനുണ്ട്, അല്ലെങ്കിൽ EMI അടയ്ക്കുവാനുണ്ട് എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവർ, പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തുവാൻ, നിങ്ങൾ ആരോടെങ്കിലും പണം കടമായി ചോദിച്ചിട്ടുണ്ട്, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ തരുവാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു പണം നമ്മളിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് വരാഹി അമ്മയുടെ ഈ പണവശ്യ മന്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ദിവസവും ജപിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിവസവും ജപിക്കാം. അതല്ലെങ്കിൽ എല്ലാ പഞ്ചമി തിഥികളിലും ദേവിയുടെ മുൻപിൽ ദീപം തെളിയിച്ച് നമ്മൾ ഈ ഒരു മന്ത്രം 21 തവണ ചൊല്ലാവുന്നതാണ്. ഇനി ദേവിയുടെ പടമോ വിഗ്രഹമോ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇത് ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വരാഹി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. വരാഹി ദേവി വഴിപാടിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും തീർന്നു കിട്ടിയിട്ടുണ്ട്, ആരോഗ്യം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും തീർന്നു കിട്ടിയിട്ടുണ്ട്. അവർക്ക് നടന്നു കിട്ടില്ല എന്ന് എഴുതി തള്ളിയ കാര്യം പോലും നടന്നു കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വരാഹി വഴിപാടിൻ്റെ പ്രത്യേകതകൾ എത്രമാത്രം ഉണ്ട് എന്ന്. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് താങ്ങായും തണലായും വരാഹി ദേവി നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മൾ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക്, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ആരോട് ചോദിച്ചാലും നമുക്ക് സൊല്യൂഷൻ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്കുകയാണ്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ നമ്മുടെ അമ്മയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. അതുതന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കോട്ടെ, തീരില്ല എന്ന് എല്ലാവരും വിധി എഴുതി തള്ളിയത് പോലും ആയിരിക്കട്ടെ, സാരമില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അമ്മയായ വരാഹി ദേവി നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ പ്രശ്നം ഞാൻ നിനക്ക് തീർത്ത് തരില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മളുടെ അമ്മയോട് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ന്യായമായ ഏതൊരു കാര്യമാണെങ്കിലും വരാഹി ദേവിയുടെ മുൻപിൽ ഇരു കൈയും കൂപ്പി നിന്ന് പ്രാർത്ഥിച്ചാൽ ദേവി അപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടിത്തരുന്നതായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമാകട്ടെ, ആരോഗ്യമാകട്ടെ, അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങളാകട്ടെ, ഇങ്ങനെ ഒരു ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സഹായിക്കുന്ന ഒരു വഴിപാടാണ് വരാഹി ദേവിയുടെ വഴിപാട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് പഞ്ചമി തിഥിയുള്ള ദിവസമാണ്. ഇന്ന് തേയ്പിറ പഞ്ചമിയാണ്. നമ്മുടെ കഷ്ടങ്ങളെല്ലാം തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകുവാൻ നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. ഒരു പക്ഷേ ഞങ്ങൾക്ക് വഴിപാടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് ദീപം മാത്രം തെളിയിച്ച് മന്ത്രം ജപിക്കുവാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നവരും സാരമില്ല. ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചു വെച്ച് വരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം ചൊല്ലുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായി ആദ്യം നിങ്ങൾ തൊഴുതേണ്ടത് നിങ്ങളുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിച്ചതിനു ശേഷം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ 21 തവണയോ അതല്ല നിങ്ങൾക്ക് 108 തവണ ജപിക്കുവാനാണ് ആഗ്രഹമെങ്കിൽ 108 തവണയോ ജപിക്കുക. മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ
എന്നുള്ള മന്ത്രമാണ് ഇന്നു ജപിക്കേണ്ടത്. ഒരു പക്ഷേ ഇന്ന് കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നിരിക്കട്ടെ, നിങ്ങൾ ഇനി വരുവാൻ പോകുന്ന പൗർണമി, അമാവാസ തിഥി, വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. ഈ മന്ത്രം നിങ്ങൾക്ക് തുടർച്ചയായി 21 ദിവസം ജപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായും മോചനം നേടണമെന്നുണ്ടെങ്കിൽ 21 ദിവസം നിങ്ങൾക്കിത് ജപിക്കാം. ഈ മന്ത്രം ജപിക്കുമ്പോഴും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോഴും കഴിവതും ശുദ്ധമായി ഇരിക്കുവാൻ ശ്രമിക്കുക. ശുദ്ധമായി ഇരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ഈ ഒരു മന്ത്രം തുടർച്ചയായി ജപിക്കുവാൻ പോവുകയാണ്, അല്ലെങ്കിൽ പഞ്ചമി തിഥി ദിവസം വരാഹി അമ്മയെ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നവരെല്ലാം തന്നെ നിങ്ങൾ ഏത് ദിവസമാണോ വരാഹി ദേവിയുടെ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നത്, അതിൻ്റെ 2 ദിവസം മുന്നേ മുതൽക്ക് തന്നെ വരാഹി ദേവിയുടെ വഴിപാടിനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കി വെക്കേണ്ടത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഒരു ദിവസം ജപിച്ചു, 2 ദിവസം ജപിച്ചു, എനിക്ക് ഒരു കാര്യവും നേടിയെടുക്കുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ, നിങ്ങളെ കൊണ്ട് എത്ര തവണ ജപിക്കുവാൻ സാധിക്കുമോ, എത്ര ദിവസം, നിങ്ങൾ ഒരു 7 ദിവസമോ 11 ദിവസമോ 21 ദിവസമോ എന്നിങ്ങനെ കണക്കെടുത്തുകൊണ്ട് ആ ദിവസങ്ങൾ തുടർച്ചയായി ജപിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ കോടി രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇവിടെ വരാഹി ദേവിയെ പഞ്ചമി ദിവസത്തിൽ മാത്രമേ വഴിപാട് ചെയ്യുവാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ വരാഹി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് പഞ്ചമി തിഥിയാണ്. ഇനി ആദ്യമായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ ാണെങ്കിൽ അവർക്കുള്ള സംശയം എന്തെന്നാൽ പഞ്ചമി തിഥി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. അതായത് കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന 5-ാം ദിനത്തെ വളർപിറ പഞ്ചമി എന്നും പൗർണമി കഴിഞ്ഞു വരുന്ന 5-ാം ദിവസത്തെ തേയ്പിറ പഞ്ചമി എന്നുമാണ് പറയപ്പെടുന്നത്. തേയ്പിറ പഞ്ചമി ദിവസത്തിൽ നമ്മൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്താൽ നമ്മുടെ കഷ്ടങ്ങളും കടങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകും. വളർപിറ പഞ്ചമി വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വെച്ചടി ഉയർച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു മാസത്തിൽ 2 പഞ്ചമി തിഥി വരുന്നുണ്ട്. ഈ 2 പഞ്ചമി തിഥിയിൽ ഏതൊരു പഞ്ചമി വഴിപാട് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി പഞ്ചമി വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം തുടർച്ചയായി ജപിക്കാം. ഇനി ഈ മന്ത്രം ഒന്നും ജപിക്കാൻ സമയം കിട്ടുന്നില്ല മാഡം എന്ന് പറയുകയാണെങ്കിൽ ഓം വജ്രകോശം എന്നുള്ള മന്ത്രമോ, അല്ലെങ്കിൽ ഓം വജ്രവരാഹിയേ നമ എന്നുള്ള മന്ത്രമോ, അതും അല്ലെങ്കിൽ ശ്രീ മാത്രേ നമ എന്നുള്ള മന്ത്രമോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഈ മന്ത്രങ്ങളെല്ലാം തന്നെ അതിശക്തിയാർന്ന മന്ത്രമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം കൊണ്ടുതരുന്ന മന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഇനി വരാഹി ദേവി ക്ഷേത്രത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാമോ എന്നും ചോദിക്കും. ധാരാളം നമുക്ക് വരാഹി ദേവിയുടെ ക്ഷേത്രത്തിലിരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാം. അതുമല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും സപ്തകന്യകകൾ ഉണ്ടാകും, സപ്തമാതാക്കളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാണോ വലുതാണോ എന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് മോചനം നേടുവാനായിട്ട് വരാഹി ദേവിയെ നമുക്ക് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലി നോക്കുക, തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രികങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനും ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.